ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴംപൊരിയും ബീഫും. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ആ ബീഫ് നമ്മൾ ഒനിയനും തക്കാളി ജിഞ്ചർ ഗാർലിക് എല്ലാം വെച്ചിട്ട് നന്നായി ഒരു റോസ്റ്റ് ആക്കി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നല്ല ബാറ്ററിൽ മുക്കിയിട്ടുള്ള പഴംപൊരി. അതാണ് ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് പരിപാടിക്ക് പോയാലോ? വാ. ഇങ്ങനെ ഇങ്ങനെ കാണിക്കില്ലോ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള സവോള. ഇത് വളരെ ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കുന്നതായതുകൊണ്ട് സവോള വലിയ പീസാക്കിട്ട് തന്നെ അരിയാം. പഴംപൊരി നല്ല ഫ്രൈ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇതിന് നമുക്ക് ആവശ്യമുള്ളത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കറിക്ക്. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ ഡിഷാണ്. ദിലീപേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അബദ്ധവശാൽ ഞങ്ങൾ കോളേജിൽ നിന്ന് എല്ലാവരും കൂടി പോയിട്ട് കൂട്ടുകാരൻ പൊറോട്ട ഓർഡർ ചെയ്തു, പൊറോട്ടയും ബീഫ് കറിയും. ദിലീപേട്ടൻ എന്താ പറയാ പഴംപൊരി ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു പീസ് പഴംപൊരി ബീഫ് കറിയിലേക്ക് വീണു. അതെടുത്ത് കഴിച്ചപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലായിടത്തും നമുക്ക് ഈ ഡിഷ് അവൈലബിൾ ആണ്. തക്കാളിയും നമുക്ക് ഇതുപോലെ തന്നെ വലിയ പീസസ് ആയിട്ട് തന്നെ എടുക്കാം. എല്ലാം നമ്മൾ മിക്സിയിലിട്ടിട്ട് അരക്കണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ട് ആവശ്യമില്ല. നമ്മൾ ഇത് ചെറിയ പീസാക്കി ഓൾറെഡി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിതിൽ ആഡ് ചെയ്യാം. 4-5 ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. ഇതാണ് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത് ഇതാണ് നമ്മൾ കറിയിലോട്ട് ആഡ് ചെയ്യണം. നടു പിളർന്നിട്ടുള്ള ചില്ലി, പച്ചമുളക് ഒരു 2 പീസാക്കിയിട്ട് നടു പിളർന്ന് വെക്കാം. കണ്ടു കഴിഞ്ഞാൽ ഒരു സുന്ദരി ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചെറുനാരങ്ങ പച്ച കളർ നമ്മളേക്ക് ചെറുനാരങ്ങ. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പില. നീ ഓണാക്കണ ആവശ്യം നീ ഓണാക്കിരിക്കോട്ടാ. അത് പഴംപൊരി അരിയുമ്പോഴത്തേനെ വേണ്ടോളെ. ആൾക്ക് നല്ല ഇഷ്ടമുണ്ട്. എന്റെ ഷോട്ടിന്റെ സമയം എന്തിനാ പറ്റിയിട്ടുള്ള എന്റെ അമ്മയുടെ എന്റെ ചാനലിന്റെ പ്രോത്സാഹനം ഇൻസ്പിറേഷൻ. നമുക്കിതിൽ ആവശ്യമുള്ളത് അടുത്ത ഇൻഗ്രീഡിയന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പിലയും മല്ലിയിലയും. അടുത്ത നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയന്റ് വേപ്പിലയും മല്ലിയിലയും. അപ്പൊ അടുത്തത് ഇനി നമ്മള് പഴം അരിഞ്ഞ് സെറ്റ് ആക്കാം. അമ്മ ഒരു പ്ലേറ്റ് എടുത്തേ. ഒരു പഴത്തിൽ നമുക്കൊരു ഇത് നമ്മൾ പഴംപൊരിക്ക് ആവശ്യമുള്ള ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദമാവാണ് എടുത്തിട്ടുള്ളത്. മൈദമാവ് ഇടാം. 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പഴം അത്ര പാകാവാത്തത് കൊണ്ട് പഞ്ചസാര ആഡ് ചെയ്യാം. കുറച്ച് മാത്രം ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ നമ്മൾ നല്ല ലൂസായിട്ട് എന്ന് പറയുമ്പോൾ വല്ലാതെ ലൂസാവരുത്, കുറച്ച് പഴത്തിൽ ഒട്ടി പിടിക്കാവുന്നുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റർ മാത്രം എന്നിട്ട് ആ ബാറ്റർ മാത്രം ഇട്ടിട്ട് ഒരു പഴം ഉണ്ടാവില്ല പറ്റിക്ക് എന്നിട്ട് തുറന്നു പഴമില്ല അതഞ്ഞു മുട്ട പറ്റിക്ക് നേരം ഇതാ പുറത്തുള്ള സാധനം വലിച്ച് ദൂരെ കളഞ്ഞിട്ട് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മുടെ ബീഫ് കറിയിലേക്ക് ആവശ്യമുള്ള നമ്മുടെ മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നു. അതൊക്കെ നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒരു വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ബീഫ് വേവിക്കാൻ പോവാണ്. നമ്മൾ ഈ ബീഫ് എല്ലാം കുക്കറിലോട്ട് പകർത്താം. 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൈവച്ച് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല.
ഈ ബീഫിൽ കുറച്ച് നെയ്യുണ്ട്, അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ വരും. അടുത്തതായി നമ്മൾ നമ്മുടെ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്താണ്. നമ്മൾ നേരത്തെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രേവി ഉണ്ടാക്കാനുള്ള ഓണിയനും ടൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നല്ല മാതിരി വെള്ളം അതിൽ നിന്ന് പോയി മൊരിഞ്ഞു വന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല. നമ്മളിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ, അതായത് ഇതിന്റെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ട് അപ്പൊ നമ്മൾ ഇനി ഈ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫ് റോസ്റ്റിലേക്കുള്ള പൊടികളാണ് ഞാൻ ആഡ് ചെയ്യാൻ പോണത്. 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കൊടുക്കാം. അരി പിടിക്കാതെ പ്രത്യേകം നോക്കണം, നന്നായി കൈ നീക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബീഫ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. വേവിച്ച് വെച്ച ബീഫ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഒരു എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ കുറച്ച് മൊരിയാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ നമ്മളതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചളവിൽ ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പട്ട കരയാമ്പൂ ഒക്കെ വെച്ച് പൊടിച്ചിട്ടുള്ള ഗരം മസാല കേട്ടോ. ബീഫിലേക്കുള്ളത് നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി കുറച്ച് കുരുമുളക്, വെച്ച കളറല്ല ഇതിന്. ഇതിലേക്ക് നമ്മൾ ബീഫും കൂടി ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് കളറായിരിക്കും. നമ്മൾ നേരത്തെ നടുപിളർന്ന് വെച്ചിട്ടുള്ള പച്ചമുളക് നമ്മൾ ഇതിലിടാണ്. നല്ല മണം വരുന്നുണ്ട്, അടുക്കള മൊത്തം മണം പരന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും, ആ വെള്ളത്തോടൊക്കെ തന്നെ ബീഫ് നമ്മളിതിൽ ആഡ് ചെയ്യാം. നമുക്ക് തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഫ്ലെയിം ഇത്തിരി ഹൈ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് ഈ ബീഫിലോട്ടൊന്ന് പിടിക്കണം. നമ്മളിനി അടുത്തതായിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പോവാം. അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അമ്മമാർ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ എണ്ണ തിളച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്റർ ഒരു കുറച്ച് എണ്ണയിലോട്ട് ഇങ്ങനെ വെക്കും. അപ്പം അതിങ്ങനെ പൊന്തി ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. നമ്മുടെ പഴംപൊരി നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. 2 പുറം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനെ എണ്ണ വാരി വെക്കാനായിട്ട് വിരിക്കൊന്ന് മാറ്റാം. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് പഴംപൊരിയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് പ്ലേറ്റ് ചെയ്താലോ. അപ്പം നമ്മുടെ പഴംപൊരി എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബീഫ് കറി എടുത്ത് സൈഡിലേക്ക് ഇങ്ങനെ ഇടാം. കോമ്പിനേഷൻ ഉണ്ടല്ലോ, മുട്ട ഉണ്ടാവും, സെറ്റ് സാധനം. ഇളക്കലാണോ? ഇന്ന് ഞാനത് വളരെ കോൺഷ്യസ് ആയിട്ടാ ഇളക്കി യോജിപ്പിക്കുന്നത്. ഞാൻ പറ്റിയിട്ടില്ല, അട്ടപടല ഞാൻ പൂട്ടി ഇളക്കി അപ്പൊ തന്നെ യോജിപ്പിച്ചില്ല.
അപ്പൊ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് പഴംപൊരി നമ്മുടെ ബീഫും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പിള്ളേരെ വിളിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ചാച്ചോ, രാഹുൽ, കമാൺ കമാൺ കമാൺ. ആൾക്കാർ കൂടെ കൂടുതലായിട്ട് നമ്മുടെ സംഭവം ടെസ്റ്റ് ചെയ്യാൻ. ചാച്ചോ അതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്ക്. രാഹുല് ചൂട്ടോടെ കഴിക്കണം, അതാണ് അതിന്റെ രീതി. ഇനി നമ്മുടെ രാഹുല് ആദ്യമായിട്ട് ഞാൻ കഴിക്കണം. കോമ്പിനേഷൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പോയ സ്ഥലങ്ങളും പഴംപൊരി ബീഫും കിട്ടിയിട്ടില്ല. കോമ്പിനേഷൻ പോയല്ലേ, പറയാൻ വാക്കുകളില്ല, എക്സ്പ്രഷൻ മാത്രമുള്ളൊന്ന്. ഞാൻ ശരിക്കും ബീഫ് ഫാനാണ്. ഓക്കെ, എനിക്കിഷ്ടായി, സൂപ്പർ ആയിട്ട്. ചാച്ചൊന്നും പറയില്ല. സീൻ സീൻ മോനെ ഒരു വട്ടം ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. മട്ട അതിന് ടേസ്റ്റ് മാത്രം നോക്കണമല്ലോ. എങ്ങനെയുണ്ട് ഡിഷിന് ചോദിച്ചപ്പോ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. വേറെ സംഭവം ഉണ്ട്. പൊറോട്ട നിർത്തേ ശരിക്കാം. മാറ്റി വെച്ചിട്ട് ഇത് വയ്ക്കാം. ഉള്ളിലൊന്നും ഇട്ടിട്ട് ഇതൊക്കെ ചുരുട്ടി അടക്കി റോളാക്കിയിട്ട് കടി 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 ഈ കോമ്പിനേഷൻ ഉണ്ട്. അഭിപ്രായം പറഞ്ഞു രണ്ടാളും ബീഫും പഴംപൊരിയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സംഭവം പൊറോട്ടയും ബീഫ് റോളും നമ്മുടെ ഇന്നത്തെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെറൈറ്റി ഡിഷ് ആയിട്ടുള്ള പൊറോട്ട, പഴംപൊരി, ബീഫ് റോള് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.